നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. LDFന്റെ ഈ വമ്പൻ പരാജയത്തിന് കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്നത് ജനം വിലയിരുത്തി കഴിഞ്ഞു. മാധ്യമങ്ങളോടടക്കം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന്റെ തിക്തഫലമാണ് ഇന്ന് LDF അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ UDF അധികാരത്തിൽ വരുന്നു. കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഈ തവണ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നത് എന്നാണ് UDF നേതാക്കന്മാരുടെ അവകാശവാദങ്ങൾ. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി ആര് എന്നുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി KPCCയിൽ എത്തുന്ന ആ ഒരു സാഹചര്യം, KPCCയിലേക്ക് ഓരോ MLAമാരും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരും എത്തുന്ന സാഹചര്യത്തിൽ വാക്കുകൊണ്ട് പറഞ്ഞില്ല എങ്കിൽ പോലും മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്നുള്ള ധാർഷ്ട്യം കാണിച്ചിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് മാധ്യമങ്ങളെ ആദ്യം KPCCക്ക് അകത്തേക്ക് കയറ്റാതെ പുറത്തു നിർത്തുന്നു, പിന്നീട് ഗേറ്റ് അടച്ച് പൂട്ടുന്നു. അതിനുശേഷം ഓരോരുത്തരെയും എണ്ണിത്തിട്ടപ്പെടുത്തി മാത്രമാണ് അകത്തേക്കും പുറത്തേക്കും കയറ്റിവിടുന്നത്. ഈ സമയത്ത് അവിടെ എത്തുന്ന ഒരു നേതാക്കന്മാരോടും ബൈറ്റ് എടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ആരെങ്കിലും അറിയാതെ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും മുതിർന്ന നേതാക്കന്മാർ ഏതെങ്കിലും വശത്തുകൂടെ ഓടി വന്ന് അവിടെ നിന്ന് ആ നേതാവിനെ അല്ലെങ്കിൽ ആ MLAയെ പിടിച്ച് ഒന്നും സംസാരിക്കേണ്ട ഇപ്പോൾ എന്നുള്ള രീതിയിൽ പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തുടക്കത്തിലെ LDFനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളിൽ പലതും UDFന്റെ ഭാഗത്ത് നിന്ന് നോട്ട് ചെയ്ത് വരികയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ വിവാദ വിഷയമായിട്ട് നിന്നിരുന്നത് പാർട്ടിക്കുള്ളിൽ തമ്മിൽ തല്ലുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ കസേര കളി പോലെ ആർക്ക് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ തല്ലുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നിലവിൽ പലയിടങ്ങളിലും KC വേണുഗോപാലിന്റെ ഫ്ലക്സ് വരുന്നു. അത്തരത്തിൽ വലിയ പരാമർശങ്ങൾ നിൽക്കുന്നു. മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ VD സതീശനെ സംബന്ധിച്ച് ഈ പാർട്ടിയെ ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും കരകയറ്റാൻ ശ്രമിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച VD സതീശനെ സംബന്ധിച്ച് MLAമാരുടെ വോട്ട് ലഭിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസും ഇല്ലാത്ത സാഹചര്യമാണ്. നിലവിൽ ജയിച്ചു വന്ന 102 MLAമാരിൽ പ്രധാനമായിട്ടും 30ഓളം പിന്തുണ മാത്രമാണ് VD സതീശൻ പ്രതീക്ഷിക്കുന്നത്. K സുധാകരനാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും 3 വിഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. KC വേണുഗോപാലിനാണ് ജയിച്ചു വന്ന MLAമാരുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ കുറച്ചെങ്കിലും വോട്ട് അധികം കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരു പ്രത്യേക റൂമിൽ വെച്ച് നടത്തിയതിനു ശേഷം വിശകലനം ചെയ്തതിനു ശേഷമായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ളതാണ് നിലവിൽ KPCCയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ആരായിരിക്കും കേരളത്തെ ഇനി വരാൻ പോകുന്ന 5 വർഷം ഭരിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാകും. ആ ജനക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ UDFന്റെ സർക്കാർ വരാൻ പോകുന്നു. ആ ഒരു പ്രാർത്ഥനയും കരുതലും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ആ ജനക്ഷേമ പദ്ധതികൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വരും. കാരണം AICCയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള ഒരു പ്രൊസീജിയർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC ആ ഉത്തരവിനനുസരിച്ച്, അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ കൂടി തന്നെയാണ് ആ തെരഞ്ഞെടുപ്പുകളും ആ തീരുമാനങ്ങളും വരിക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന, AICC എടുക്കുന്ന, കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നൽകിയിരിക്കുന്ന പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത്. കാരണം അത് ജനങ്ങൾക്കാണ്. കാരണം വലിയൊരു പിന്തുണ നൽകി കേരളത്തിൽ ഞങ്ങളെയൊക്കെ വിജയിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ജനങ്ങളാണ്. കാരണം ജനങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടും പിന്തുണയും നമ്മൾക്കൊപ്പം ഉണ്ട്. മാം, ഇൻ ഇംഗ്ലീഷ് ഓൾസോ. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ്, മുൻ KPCC അധ്യക്ഷൻ രമേശ് Hello, brother.
മൈക്ക് മാറ്റാം. ഈ ക്യാമറ എന്താക്കടാ? ബിനു വലിയ സന്തോഷം മുതിർന്ന നേതാക്കളൊക്കെ ഇങ്ങോട്ടാണ് പോകേണ്ടത്, അകത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. സുധീർ മോൻ അട്ടിമറി MLA ആയിട്ട് ഇങ്ങോട്ട് കയറുന്നു പ്രതീക്ഷയാണ്. ആണല്ലേ? അങ്ങനെ പുതിയ യുവനിര വൻ അട്ടിമറിയൊക്കെ നടത്തിയ യുവനിര നോ കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചേരിപ്പോരിൽ പങ്കുചേരാതെ മാറി നിൽക്കുകയാണ്. വലിയ ആവശ്യമാണ്. കന്നി അംഗത്തെ തന്നെ സച്ചിൻ ദേവ് എന്ന CPM കോട്ടയിൽ മത്സരിച്ച ബാലുശ്ശേരി അഭിജിത്ത് വരുന്നു. ഭാവനപുരത്ത് 4 പതിറ്റാണ്ട് ശേഷം അട്ടിമറി നേടിയ അയ്യോ ശരിയാണ് ഞാൻ പറഞ്ഞല്ല. നിങ്ങൾ തെളിയിക്കപ്പെട്ടു, ഞാനത് ബോധ്യപ്പെട്ടു, ഞാൻ ബോധ്യപ്പെട്ടു. ഞാൻ വന്നേരമല്ല കോളേജ് യൂണിയൻ എപ്പോഴത്തെ അതാണോ പറയുന്നത്? ഗോപാലനില്ല, നിങ്ങളില്ല, എന്നിട്ട് എന്തിനിപ്പോൾ തൊടുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജാതി
ജിരീഷ് വഴി കൊടുത്തേ. ഞാൻ അങ്ങോട്ട് പോകാം.